everyone. നമ്മൾ ഈ ഒരു സെക്ഷനിൽ നടത്തിയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ അതിന്റെ ആൻസറും അതിന്റെ ഡീറ്റെയിൽസുമാണ് ഈ ഒരു സെക്ഷനിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 100 ക്വസ്റ്റ്യൻ ഉള്ള നെറ്റ് എക്സാമിന്റെ അതേ പാറ്റേണിൽ നടത്തിയിട്ടുള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ 100 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ആദ്യത്തെ സെക്ഷനിൽ അതിന്റെ ഒരു പകുതി ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, who among the following erected a monastery stupa at Peshawar? പേഷാവറിലെ മൊണാസ്ട്രി സ്തൂപ അത് ചെയ്തത് ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കനിഷ്കയാണ്. ഓക്കെ, കനിഷ്കയാണ് പെഷാവറിലെ ഈ ഒരു സ്തൂപ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹമാണ് ഇതിന് കാരണക്കാരനായിട്ടുള്ളത്. ഇറ്റ് വാസ് എ മോണ്യുമെന്റൽ സ്തൂപ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി കുഷാന കിങ് കനിഷ്ക during the 2nd century CE. Today's ഷാജിക്കി തരി on the outskirts of Peshawar. നിലനിൽക്കുന്നത് ആ പ്രദേശത്തിന്റെ പേര് ഷാജിക്കി ദരി എന്ന. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, of the following statement is not correct about Dr. അംബേദ്കർ. പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതോ ഒന്ന് അംബേദ്കറുമായിട്ട് ബന്ധപ്പെടാത്തത്, അംബേദ്കറുമായിട്ടത് കണക്ട് ചെയ്യാത്തതാണ്, അതിന് മിസ്റ്റേക്ക് ഉണ്ട്. അത് ഏതാണെന്നായിരുന്നു ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. Dr. B. Bravo got married at the age of 15 years with a 9-year-old girl, Ramabai. The Reserve Bank of India was based on the ideas of Ambedkar. Okay. He was the first Law and Justice Minister of Independent India. He adopted Buddhism in 1965. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അദ്ദേഹം 1956 ബുദ്ധിസം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ബുദ്ധിസം സ്വീകരിച്ചത് ഈ ഒരു ഡേറ്റ് ആണ്. ഡേറ്റ് ഓർമ്മിക്കുക, 1965 എന്നായിരുന്നു പറഞ്ഞത്. ഡേറ്റ് 1956. മൂന്നാമത്തെ ചോദ്യം, ത്രിപുരമാർത്തിയ മഹേശ്വര എന്ന ടൈറ്റിൽ അറിയപ്പെട്ട രാജാവ് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഗുണക വിജയാദിത്യയാണോ, ഇന്ദ്രവട്ടാരകയാണോ, നരേന്ദ്ര മൃഗരാജയാണോ, അല്ലെങ്കിൽ യുദ്ധമരയാണോ? ആരാണ്? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അദ്ദേഹം വെങ്കി, ചാലുക്യ വെങ്കിയിലെ രാജാവായിരുന്നു വിജയാദിത്യ എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രകൂടാസിന്റെ പ്രധാനപ്പെട്ട ഒരു അലയൻസ് ആയിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടിങ് ചെറിയൊരു രാജവംശമായിരുന്നു ഈ പറയുന്ന വെങ്കി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, അഡാൾ ഇന്ത്യൻ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് താഴെ പറയുന്നതിൽ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ 4 പേരെ കൊടുത്തിട്ടുണ്ട്: വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു, ജവഹർലാൽ നെഹ്റു, എണ്ണത്തി. അഡാൾ ഇന്ത്യൻ കോൺഗ്രസ് ശരിക്കും ഫോം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. സിൻസ് ഗാന്ധി ഇസ് നോട്ട് ദർ, നൺ ഓഫ് ദി എബോ ആണ് ഡി ആയിട്ടുള്ള ആൻസർ. 1894 മെയ് 20 മാസം 22. ഓക്കെ, ആ ഡേറ്റ് ഓർത്തിരിക്കുക, കാരണം ഡേറ്റ് MBA ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങൾ ഓർത്തിരിക്കുക, വർഷം, മാസം, ദിവസം. അഞ്ചാമത്തെ ചോദ്യം, of the following parties was set up by Muzaffar Ahmad collaboration with Qazi Nazrul Islam. 1925 ഖാസി നസ്രുൽ ഇസ്ലാമും മുസഫർ അഹമ്മദും ചേർന്നിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട്. ആ പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. ലേബർ സ്വരാജ് പാർട്ടിയാണോ, വർക്കേഴ്സ് ആൻഡ് പേഴ്സൺസ് പാർട്ടിയാണോ, സ്വരാജ് പാർട്ടി, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്? ഈ മുസഫർ അഹമ്മദ് എന്ന് പറയുന്നത് ഒരു അറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരു വലിയ കവിയാണ്. അദ്ദേഹം ഈ ബംഗ്ലാദേശിന്റെ നാഷണൽ പോയറ്റുമാണ് മുസഫർ അഹമ്മദ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സ്വരാജ് പാർട്ടി 1925 മുസഫർ അഹമ്മദും അതേപോലെ ഖാസി നസ്രുൽ ഇസ്ലാമും ഹേമന്ത് കുമാർ ഞാൻ പറഞ്ഞത് മുസഫർ അഹമ്മദ് എന്നാണോ? ദേശീയ കവി ഖാസി നസ്രുൽ ഇസ്ലാമാണ്. മാറിപ്പോയതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡൗട്ട് വന്നുകൊണ്ട് പറഞ്ഞതാണ് ഖാസി നസ്രുൽ ഇസ്ലാം.
ആറാമത്തെ ചോദ്യം, വിച്ച് വേദിക് ടെക്സ്റ്റ് ശുദ്ര ഫസ്റ്റ് മെൻഷൻഡ്? ശുദ്ര എന്നുള്ളത് ഫസ്റ്റ് മെൻഷൻ ചെയ്തത് ഏത് വേദിക് ടെക്സ്റ്റിലാണെന്നുള്ള ചോദ്യം. സത്പഥ ബ്രാഹ്മണ, വേദാംഗ, സദർവ വേദ, പുരുഷ സൂക്തം. ഇത് 10th മണ്ഡലം. ഇത് സിമ്പിളായ ചോദ്യമാണ്. 10D ആണ്. ഏഴാമത്തെ ചോദ്യം, the black and red pottery is not worthy in which place? ഈ പറഞ്ഞാല് ബ്ലാക്ക് ആൻഡ് റെഡ് ആ സിസ്റ്റത്തിലുള്ള ആ സ്റ്റൈലുള്ള പോട്ടറി ഏത് കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ഏത് പ്ലേസിലാണ് കൂടുതലായിട്ടുള്ളത് ചോദ്യം. ബ്രോൺസ് ഏജ് ആണോ, നിയോലിത്തിക് ഏജ് ആണോ, ആൽക്കോലിത്തിക് ഫേസ് ആണോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സി ആണ്, ഫേസിലാണ്. ചോദ്യം, റീസൺ അസർഷൻ ക്വസ്റ്റ്യനാണ്. റീസണുണ്ട് അസർഷനും ഉണ്ട്. ആദ്യം നമുക്ക് അസർഷൻ നോക്കാം. Many small principalities and clans contributed for the prosperity of Sakya. ചോദ്യം, ഗോസാല കിങ്ഡത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചെറിയ ചെറിയ പ്രിൻസിപ്പാലിറ്റികളും ചെറിയ ചെറിയ ക്ലാനുകളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. സാക്യാസ് ഓഫ് കപിലവസ്തു ആൻഡ് കലമാസ് ഓഫ് കെസ്പ്ലപുത്ത വാസ് ടു ഇമ്പോർട്ടന്റ് ക്ലാൻസ്. സാക്യാസും കലമാസും പ്രധാനപ്പെട്ട രണ്ട് ക്ലാനുകളാണെന്നാണ് റീസണിൽ പറയുന്നത്. അപ്പൊ അതിന് ആൻസറിലേക്ക് പോവാം. ഓപ്ഷൻ എ ആണ്. രണ്ടും ശരിയാണ്. ഒമ്പതാമത്തെ ചോദ്യം, സിറ്റി ഓഫ് കോസിയൻ ഇൻ രാജസ്ഥാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ വിച്ച് ഫോളോയിങ്? രാജസ്ഥാനിലെ പ്രദേശമാണ് ഓസിയൻ എന്ന് പറയുന്നത്. അത് ടെമ്പിൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ജോധ്പൂരിൽ നിന്നും ബിക്കനേറിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ. ആ ഒരു ടെമ്പിൾ സിറ്റി ഏത് രജപുത്ര ക്ലാൻ അല്ലെങ്കിൽ ആരാണത് നിർമ്മിച്ചിട്ടുള്ളത്? ഗുർജർ പ്രതിഹാസ്, ചൗഹാൻസ്, സോളങ്കീസ്, സോഡിയാസ്. ഇതിന്റെ ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആട്ടോ, ഗുർജർ പ്രതിഹാസ്. അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ ഓർത്തിരിക്കുക. നാഗപട്ട സെക്കൻഡ്, മീരഭോജ. പത്താമത്തെ ചോദ്യം, അറേഞ്ച് ഫോളോയിങ് നന്ദ റോളേഴ്സ് ആണ് ഓർഡറിൽ കൊണ്ടുവരാം. ദാന, കവിവ്രത, ഗോപിശങ്ക, ദാശ, സിദ്ധക, രാഷ്ട്രപാല. സിമ്പിൾ ആണ് കുറച്ചെങ്കിലും. ഓക്കെ. ദാന എല്ലാത്തിലും ഏകദേശം മൂന്നാമത്തിൽ അവസാനം തന്നെ. ദാനൊന്നും പോസിബിൾ അവസാനം വരിക. ആദ്യം വരേണ്ടത് രാഷ്ട്രപാലയാണ്, പിന്നെ ഗോപിശങ്കയാണ്, അതിനുശേഷം ദാശ സിദ്ധകയാണ്, പിന്നെ കവിവ്രത, അവസാനം ദാനം. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. പുരാണിക് ബുദ്ധിസ്റ്റ് ആൻഡ് ജൈന ട്രഡീഷൻ അഗ്രി ദാറ്റ് there were 9 Nanda kings. മഹാബോധി വംശ gives the list of kings. ചിലപ്പോൾ ചോദ്യം വരും, എവിടെ നിന്നാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജാക്കന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളത് ചോദ്യം വന്നാൽ ഇതിന്റെ ആൻസർ. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദ ബിലോ ഫോളോയിങ് ആൻഡ് സെലക്ട് യുവർ ആൻസർ. പറയുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. The Brahmanas are a prose commentary on the Samhitas. Medairi and Kulluga commentators during early medieval period. മൂന്നാമത്തത് ഇവിടെയാണുള്ളത്. The Veerapaksha temple at Pattadakal was constructed by Kuladevi. നാലാമത്തെ ചോദ്യം, Sanskrit the lost its elite status during medieval period. കുറച്ചൊക്കെ സിമ്പിൾ ആയ ചോദ്യം, അത്ര ടഫുള്ള ചോദ്യമല്ല, മനസ്സിലാക്കി എത്താൻ പറ്റുന്ന ചോദ്യമാണ്. ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ശരിയാണ്. എന്തിനാണ് പ്രശ്നം? കുലദേവി അല്ല, ഉമാദേവിയാണ്. ലോകമഹാദേവി to commemorate the conquest of Kanchipuram by her husband Vikram II. രണ്ടാമത്തെ ചോദ്യം, which വിജയനഗര റൂളർ ഗജവന്തേവര? ഗജവന്തേവര എന്നുള്ള ടൈറ്റിൽ ഉണ്ടായിരുന്ന വിജയനഗര റൂളർ. സിമ്പിൾ ആണ്, ഭയങ്കര ഫേമസ് ആണ്. ദേവരായ സെക്കൻഡ് ആണ്. സി ഫേമസ് ആണ്. 100 of elephants എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി 13ാമത്തെ ചോദ്യം, തിരുവങ്കലം വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദി കിങ്സ്? അഗൈൻ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏത് രാജാവിന്റെ സമയത്താണ് ഈ തിരുവങ്കലം ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്?
ഇത് നരസിംഹറായാണോ, കൃഷ്ണദേവരായാണോ, അച്യുതദേവരായനോ, സദാശിവരായനോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 14ാമത്തെ ചോദ്യം. ചൈനീസ് earlier visitor to the royal city of കനോജിലേക്ക് വന്നിട്ടുള്ള ചൈനീസ് പിടിക്കുമാരാണ്? ചോദ്യം പറയാൻ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇദ്ദേഹം കാരണം ഡിപ്ലോമാറ്റിക് റിലേഷൻ ബിറ്റ്വീൻ കനോജ് ആൻഡ് ടാൻകോട്ട്. ചൈനയിൽ ഉണ്ടായിരുന്ന താൻ ഡൈനാസ്റ്റിയുമായിട്ട് അവർക്ക് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടായിരുന്നു. പുറത്തിരിക്കുക സ്റ്റേറ്റ്മെന്റിൽ വരാൻ ചാൻസ് ഉണ്ട്. 15ാമത്തെ ചോദ്യം. അക്ബർ അബോളിഷ്ഡ് ജിസിയ ടാക്സ് ഇൻ ഇയർ? സിമ്പിൾ ആണ്. അക്ബർ അപ്പോഴാണ് ജോധാബായിനെ കല്യാണം കഴിച്ചതെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 1562. ഓക്കെ, അമ്പലത്തെ റാണിനെ അക്ബർ കിട്ടുന്നുണ്ട്. ജയ്പൂരത്തെ, അതിനുശേഷമാണ് അക്ബറിന്റെ പല കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. 16ാമത്തെ ചോദ്യം. വിത്തൗട്ട് ദി ഫോളോയിങ് സീക്വൻസ് റെപ്രസെന്റ് ദി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ? താഴെ പറയുന്നതിൽ കറക്റ്റ് സീക്വൻസ്, അതായത് ക്രോണോളജിക്കൽ ഓർഡർ ഏതാണെന്ന് ചോദ്യം. ഷാജി, ശിവജി, രാജാറാം, സംഭാജി, ഷാജി, ശിവജി, സംഭാജി, രാജാറാം, ഷാജി, സംഭാജി, ശിവജി, രാജാറാം, സംഭാജി, ശിവജി. ഷാജി എന്താണ്? ഷാജിയും ശിവജിയാണ് 1, 2 ഉറപ്പാണ്. പിന്നത്തേൽ നോക്കിയാൽ മതി. ഓപ്ഷൻ സംഭാജി, രാജാറാം, ലാസ്റ്റ്. 15ാമത്തെ ചോദ്യം. അഗൈൻ രാജാക്കന്മാരാണ്, ലേറ്റർ മുഗൾസ് പെട്ട രാജാക്കന്മാരാണ് ഇവിടെ പ്രവർത്തിച്ചത്. അലംഗീർ, ഫാറൂഖ് സിയാർ, ജഹന്തർ ഷാ, ഷാ ആലം. അലംഗീർ, ജഹന്തർ ഷാ, ഷാ ആലം, ഫാറൂഖ് സിയാർ, ഷാ ആലം, അലംഗീർ, ജഹന്തർ ഷാ, ഫാറൂഖ് സിയാർ. ഇത് കറക്റ്റ് ആൻസർ സി ആണ്. ജഹന്തർ ഷാ, ഫാറൂഖ് സിയാർ, അലംഗീർ, ഷാ. 18ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ യൂറോപ്യൻ പവർ ഫ്രോം ശിവജി obtained cannons and ശിവജിക്ക് കാനോൺസ് കിട്ടിയിട്ടുള്ള യൂറോപ്യൻ പവർ. സിമ്പിൾ ആണ്. 19ാമത്തെ ചോദ്യം. Which of the following Maratha chief the last to enter into a subsidiary alliance with English? ഓക്കെ, മറാത്ത എംപയർ ഒരുപാട് ചെറിയ എന്തായിരുന്നു, ഡൈനാസ്റ്റികളായിരുന്നു. പേഷ്യാസും, ഹോൾക്കാസും, ഇന്ത്യാസും, ഗേക്വാഡ്സും ഒക്കെ ആയിട്ട്. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് സന്ധി വെച്ചത് അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് ചേർന്നത് ഏത് ഡൈനാസ്റ്റിയാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹോൾക്കാസ് ആട്ടോ. വർഷോർത്തിരിക്കുക. പേഷ്വാസ് 1802, ഇന്ത്യാസ് 1804, ഗേക്വാഡ് 1805, കോൺസ്ലെ 1816, ഹോൾക്കാർ 1818. 20ാമത്തെ ചോദ്യം. ഔറംഗസേബ് ഓർഡേർഡ് ദ ക്യാപ്ചർ ഓഫ് which of the following English factories? താഴെ പറയുന്നതിൽ ഏതൊക്കെ ഇംഗ്ലീഷ് ഫാക്ടറികൾ പിടിച്ചെടുക്കാനാണ് ഔറംഗസേബ് ഓർഡർ ചെയ്തിട്ടുള്ളത്? ചോദ്യം. സൂറത്ത്, മസൂലിപ്പട്ടണം, ഹുഗ്ലി. ഇതിന്റെ ആൻസർ ഏകദേശം എല്ലാം അക്ബർ പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ചോദ്യമാണ്. ഓക്കെ, മൊത്തം വായിച്ചു നോക്കണം. ഇതിൽ നിന്നാണ് ചോദ്യം വരാൻ പോകുന്നത്. ഇതിന്റെ ആദ്യത്തെ ചോദ്യം എന്താണ്? മെഡീവൽ ഇന്ത്യ മനസബ്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. സിമ്പിൾ ആണ്. എന്തിനാണ് മനസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫെസിലിറ്റേറ്റിംഗ് റവന്യൂ കളക്ഷൻ ആണോ, ഫോർ ഇംപ്ലിമെന്റിംഗ് ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ആണോ, മേക്കിംഗ് റിക്രൂട്ട്മെന്റ്സ് ടു ആർമി, എൻഷ്യൂറിംഗ് റിലീജിയസ് ആർമി? സിമ്പിൾ ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? കോൺസെപ്റ്റ് അറിയെങ്കിൽ അത് സിമ്പിൾ. 22ാമത്തെ ചോദ്യം. ഫോളോയിങ് മുസ്ലിം നോബിൾസ് ഇൻ ദർ ഫാമിലി ടൗൺസ് ഈസ് ബർത്ത്. മുസ്ലിം നോബിൾസിന് മാത്രമായിട്ട് കൊടുത്തിരുന്ന ജാഗിർ എന്ന് ഓർത്തിരുന്നാൽ മതി. തങ്കയാണോ, വത്തൻ ജാഗിർ ആണോ, അൽത്തംകയാണോ, അല്ലെങ്കിൽ മഷ്റൂത്ത് ആണോ? അഗെയിൻ സിമ്പിൾ ആണ്. 23ാമത്തെ ചോദ്യം. Of the following is prevalent revenue system existed in Deccan during the reign of Akbar? അക്ബറിന്റെ സമയത്ത് ഡക്കാൻ ഭാഗത്തുണ്ടായിരുന്ന റവന്യൂ സിസ്റ്റം ഏതായിരുന്നു? കൺകൂത്താണോ, സിപ്തിയാണോ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്ലോസ് ആണോ, അല്ലെങ്കിൽ ലഭക്ഷണം? ഇവിടെ നോക്കിയിരുന്നത് നമ്പർ ഓഫ് ക്ലോസ് ആണ്. ഓപ്ഷൻ സി ആണ്. 24ാമത്തെ ചോദ്യം. Administration became the model for Akbar when he consulted the Mughal.
സിമ്പിൾ ആണ്. മുഗൾസ് ആരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഫോളോ ചെയ്തിട്ടുള്ളത്? എസ്പെഷ്യലി അക്ബർ. സൂര്യാണ്, ഷെർഷർ സൂര്യ. 25ാമത്തെ ചോദ്യം, റവന്യൂ സിസ്റ്റം among the following is also known as ബന്ദോബസ്ത് സിസ്റ്റം? സല, ജബ്തി, കൻകുത്ത്. ബന്ദോബസ്ത് സാലയാണ് അല്ലേ? System also called the Zabti system was introduced by Raja Rodarmal, the capital finance minister of Akbar, on his abilities under his first master Sher Suri. Sher Suri എടുക്കുക അദ്ദേഹത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് പിന്നെ അക്ബറുടെ കീഴിൽ എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയും. 26ാമത്തെ ചോദ്യം, ആരാണ് യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്നുള്ള ബുക്ക് ചെയ്താൽ വേണ്ടി ശ്രമിച്ചത്? ഡാക്ടറാണോ, എസ് ആണോ, ജെസി വെൽസ് ആണോ, ജെസ് മിൽ ആണോ? യൂണിവേഴ്സൽ ഹിസ്റ്ററി ആണ് ശ്രമിച്ചത് H.G. Wells. Short history of the world is an account of human history by Wells. It was first published in 2022. It summarizes the scientific knowledge of the time regarding the history of Earth and life. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന രീതി. 23ാമത്തെ ചോദ്യം, who is author of the Poverty of Historicism? Poverty of Historicism എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? Karl Popper and H.E.H. Carl or Shea Toynbee? ആരാണ്? ഓപ്ഷൻ എ ആണ്. 28ാമത്തെ ചോദ്യം, out of the following did the Warda scheme for education message? താഴെ പറയുന്നതിൽ വാർദ സ്കീം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് കറക്റ്റ് കിട്ടുന്നത് എന്നതാണ് ചോദ്യം. 7 years of basic education for all children, including vocational training in village handicrafts. 5 years of basic education for urban children. 5 years of basic education for all children, including vocational training in village handicrafts. 3 years of basic education for urban children. നമ്മുടെ സംശയം വരാൻ ചാൻസ് ഉള്ളത് എയോ സിയോ ആണോ എന്നുള്ളത്. 7 വർഷമാണോ അല്ലെങ്കിൽ 5 വർഷമാണോ? ഇതിന് കറക്റ്റ് ആൻസർ 7 വർഷം തന്നെയാണ്. ഓപ്ഷൻ എ ആണ്. വാർത്ത കമ്മീഷൻ അറിഞ്ഞിരിക്കുക 1930 ഗാന്ധിജിന്റെ പ്രപ്പോസലാണ്. ജാക്കിർ ഹുസൈൻ ആയിരുന്നു അതിന്റെ ചെയർ ചെയ്തിരുന്നത്. ആ കമ്മിറ്റിനെ ചെയർ ചെയ്തത് ഡോക്ടർ ജാക്കിർ ഹുസൈൻ ആയിരുന്നു. ഓർത്തിരിക്കുക, വർഷം ഓർത്തിരിക്കുക, 1937 മഹാത്മാഗാന്ധിയുടെ പ്രപ്പോസലാണ്. അതുകൊണ്ട് തന്നെ വില്ലേജ് ലെവൽ, വൊക്കേഷണൽ ലെവൽ ആ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. 29ാമത്തെ ചോദ്യം, ഈ ചോദ്യം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ആവർത്തിച്ച് വന്നതാണ്. 30ാമത്തെ ചോദ്യം, പറയുന്നതിൽ 1935 ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? പ്രൊവിഷൻ ഫോർ ഓൾ ഇന്ത്യ ഫെഡറേഷൻ, പ്രൊവിഷൻ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് വിത്ത് സേഫ്ഗാർഡ്സ്, പ്രൊവിഷൻ ഫോർ സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ക്രിമിനൽ ആൻഡ് അതർ ഗ്രൂപ്സ്, പ്രൊവിഷൻ ഫോർ ഫെഡറൽ കോർട്ട്, പ്രൊവിഷൻ ഫോർ പ്രൊവിൻഷ്യൽ കോർട്ട്. ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിലുള്ള കാര്യം തന്നെയാണ്. 31ാമത്തെ ചോദ്യം സിമ്പിൾ ആണ്. അമാൽഗമേഷൻ ഓഫ് വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്? ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഒരു ആകെത്തുകയായിരുന്നു? ഇസ്ലാമിക് ഗാന്ധാര, ടർക്കിഷ് അറബിക്, ഇസ്ലാമിക് ഗോത്തിക്, ഇൻഡോ സാസനിക്, ഷർക്കി, ഇസ്ലാമിക് അറബിക്, മറോക്ക്, ഇസ്ലാമിക് പേർഷ്യൻ, ടർക്കിഷ്, ഹിന്ദു. സിമ്പിൾ ഓപ്ഷൻ ഡി ആണ്. ഇസ്ലാമിക് പേർഷ്യനുണ്ട്, ടർക്കിഷുണ്ട്, ഹിന്ദു. 2ാമത്തെ ചോദ്യം, who was the first Indian ruler to join the subsidiary alliance? സബ്സിഡറി അലയൻസിൽ ജോയിൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതായിരുന്നു? നവാബ് ഔദാണോ, നൈസാംസ് ഓഫ് ഹൈദരാബാദ്, സുൽത്താൻ ഓഫ് മദുരൈ ആണോ, ദ കിങ് ഓഫ് ട്രാവൻകൂർ ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നൈസാം ആണ്. 13 ഓൾ ഇന്ത്യ കിസാൻ സഭ, it was first the business organization of India was constituted. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഓൾ ഇന്ത്യ കിസാൻ സഭ ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1920, 36, 42, 45. സിമ്പിൾ ആണ്. 1920. 34ാമത്തെ ചോദ്യം, which of the following acts reduced the power of the Supreme Court which was constituted as per the Regulatory Act? 1873 വന്നിട്ടുള്ള ബംഗാളിലെ സുപ്രീം കോടതി, അതിന്റെ അധികാരത്തെ റെഡ്യൂസ് ചെയ്ത ആക്ട് ഏതാണെന്നാണ് ചോദ്യം. ഇതിന്റെ ഭാഗമായിട്ട് ഒരു സുപ്രീം കോടതി ഇവിടെ സ്ഥാപിച്ചിരുന്നു. പിന്നീട് ഒരു നിയമത്തിലൂടെ അതിന്റെ അധികാരം എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അത് ഏത് ആക്ട് ആണെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ 1781.
അഞ്ചാമത്തെ ചോദ്യം, Sadler Commission was appointed to investigate the problems of which among the following universities? താഴെ പറയുന്ന ഏത് യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഡലർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ബോംബെ യൂണിവേഴ്സിറ്റി, കൽക്കത്ത യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, കാൺപൂർ യൂണിവേഴ്സിറ്റി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. ആറാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഇസ് നോട്ട് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? A substantial component of Harappan economy was comprised of their trade. Harappans were carrying inland and as well as seafaring trade. They had tourist trade contacting with the Nile Valley civilization. Excavation of vital bronze and terracotta models of gods as well as depiction of boats on streets. ഏതോ ഒന്നിന് മിസ്റ്റേക്ക് ഉണ്ട്. ഇതിന്റെ ആൻസർ ഏതാണ്? ഏഴാമത്തെ ചോദ്യം, the historicity of Darsaka, who according to the genealogy of Puranas succeeded Ajatashatru on the throne. Magadha is justified by. ദർശക എന്ന് പറയുന്ന വ്യക്തിയുടെ അതിന്റെ ഹിസ്റ്റോറിസിറ്റി അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് എവിഡൻസ് വാല്യൂ കിട്ടിയിട്ടുള്ളത്, വാലിഡിറ്റി കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അർത്ഥശാസ്ത്രം ദേവി ചന്ദ്രഗുപ്ത, രാക്ഷസ സ്വപ്നവസദത്ത. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വപ്നവസദത്തയാണ്. എട്ടാമത്തെ ചോദ്യം, സുഗന്ധദേവി സുഗന്ധദേവി എന്ന് പറയുന്ന ഈ രാജകുമാരി പിന്നെ എവിടുത്തെ രാജകുമാരി? കർണാടക, സൗരാഷ്ട്ര, ഗൗഡ, കാശ്മീർ. വളരെ ഫേമസ് ആണ്, അത്യാവശ്യം ഫേമസ് ആണ്. ഓപ്ഷൻ ബി ആണ്, കാശ്മീർ ആയിരുന്നു അല്ലെ. ഒമ്പതാമത്തെ ചോദ്യം, was the Viceroy of India when the Royal Indian Navy mutiny took place? Royal Indian Navy mutiny നടന്ന സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് വേവൽ, ലോർഡ് ലിത്തുഗോ, ലോർഡ് മിന്റോ, ലോർഡ് മൗണ്ട് ബാറ്റൺ. ഓക്കെ അവസാന ഘട്ടത്തിലാണ് ആ സമയത്ത്. മൗണ്ട് ബാറ്റന്റെ മുമ്പേ ആണ് ഏകദേശം വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? എട്ടാമത്തെ ചോദ്യം, ഇന്ത്യ സ്റ്റീം നാവിഗേഷൻ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ഇന്ത്യ നാവിഗേഷൻ കമ്പനി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ടാറ്റയാണോ, ഹിരചന്ദയാണോ, അല്ലെങ്കിൽ നാനാബോയ് ദേവറാണോ, ജോർജ് ലാൻഡാണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വൽചന്ദ് ഹിരാചന്ദ്. 11ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്. ബിജക് ഈസ് എ കമ്പോസിഷൻ ഓഫ് ദി ടീച്ചിങ് ഓഫ് സെയിന്റ് ദയാൽ. ബിജക് എന്ന് പറയുന്നത് അത് സെയിന്റ് ദയാലിന്റെ കമ്പോസിഷൻ ആണ്, അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ആണ്. The philosophy of Pushti Marg was founded by മാധവാചാര്യ. പുഷ്ടി മാർഗ് ഫിലോസഫി അത് ഫൗണ്ട് ചെയ്തത് ആരാണ്? മാധവാചാര്യാണ്. ഇതില് ഏതെങ്കിലും ശരിയുണ്ടോ, അല്ലെങ്കിൽ രണ്ടും തെറ്റാണോ, അല്ലെങ്കിൽ ഒന്ന് ശരിയാണോ, അത് രണ്ടും ശരിയാണോ? ഇതിന്റെ ആൻസർ രണ്ടും കബിലുള്ളതാണ് ഈ ബിജക്. ഓക്കെ, അതേപോലെ പുഷ്ടിമാർഗ് അത് വല്ലഭാചാര്യാണ്, മാധവാചാര്യല്ല. മാധവാചാര്യ ഡ്യുവലിസം, ദ്വൈത സിദ്ധാന്തമാണ്. ഓക്കെ, ഈ ദ്വൈത ഡ്യുവലിസം. തിരികെ വല്ലഭാചാര്യാണ് പുഷ്ടിമാർഗ്. രണ്ടാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് ഭക്തി സൈറ്റ്. Guru Nanak and Tyagaraja. Who among the above was reaching when the Lodi dynasty fell on Babur? Okay, ലോധി ഡൈനാസ്റ്റിയെ പരാജയപ്പെടുത്തി ബാബർ അധികാരത്തിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഭക്തി സൈന്റ് ആരാണെന്നാണ് ചോദ്യം. സാധുദയാരും ഗുരുനാനാക്കും ത്യാഗരാജ് ഇവരൊക്കെയാണോ, അല്ലെങ്കിൽ ഇത് രണ്ടാൾക്കാരാണോ, ഇനി അതല്ല ഒരാൾ മാത്രമാണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗുരുനാനാക്ക്. ബാബർ ഒരിക്കലും ഗുരുനാനാക്കിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. 13ാമത് ചോദ്യം, which of the following kings defeated the ഗുൺരാജ നർസിംഗ് റായ്? ഗുൺരാജ നർസിംഗ് റായിയെ പരാജയപ്പെടുത്തിയ രാജാവ്? ഹസൻ ഗംഗു, താജുദ്ദീൻ ഫിറോസ് ഷാ, അഹമ്മദ് ഷാ വലി, ഹുമയൂൺ ഷാ. ഇവിടെ താഴോട്ട് പോകുന്നു, ബീജാപ്പൂരിലേക്ക് എത്തി. ആൻസർ ഓപ്ഷൻ ബി ആണ്, താജുദ്ദീൻ ഫിറോസ് ഷാ ആണ്. Started the Bagmani expansion towards Berar by defeating the Gond Raja Narsingh Rai of Kerala. A huge amount of money, gold and silver was paid to Firoz, and a daughter of Rai was married to him. 14ാമത്തെ ചോദ്യം, which of the following statements is incorrect about the Pact? താഴെ പറയുന്നതിൽ പൂന പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതുമായിട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. It was the agreement between Jawaharlal Nehru and V.R. Ambedkar that the trust classes agreed to adhere to the principle of joint electorate
Seats were to be allotted to the depressed classes in the provincial legislature to provide for adequate representation of the depressed classes in civil services. ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ജവഹർലാൽ നെഹ്റു അല്ല, ഗാന്ധിയും among the following acts provided a high commission were decided in London sending India in Great Britain. Okay. ഒരു പുതിയൊരു ഓഫീസ് ലണ്ടനിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഹൈ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഏത് ആക്ടിലൂടെയാണ് ആ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഹൈ കമ്മീഷണറെ നിയമിക്കാനുള്ള കാര്യം നിലവിൽ വന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1858, 1918, 1935. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം, among the following women freedom fighters of India received the Magsaysay Award for community leadership? പറയുന്നതിൽ ആർക്കാണ് ഈ മക്സായ് അവാർഡ് കിട്ടിയിട്ടുള്ളത്? ഉഷാ മേത്ത, കമലാദേവി ചത്തോപാധ്യായ, ലക്ഷ്മി സേഗാൾ, ബിനാദാസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കമലാദേവി. ഏഴാമത്തെ ചോദ്യം, ഭാഗത്ത് വൈസ്രോയിമാരാണ്, മറ്റേ ഭാഗത്ത് അവരുടെ കാലത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ലോർഡ് കാനിങ്, ലോർഡ് ലോറൻസ്, ലോർഡ് മേയോ, ലോർഡ് മൂവ്മെന്റ്. മൂവ്മെന്റ് അത്യാവശ്യം ഫേമസ് ആണ്. സെറ്റിംഗ് അപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും നല്ല ബന്ധമുണ്ട്. മെയിൻ കമ്മീഷൻ അണ്ടർ ക്യാമ്പൽ. ദ ട്രാൻസ്ഫർ ഓഫ് ദി ഗവൺമെന്റ് ഫ്രം ദി കമ്പനി ടു ദി ബ്രിട്ടീഷ് കോളനി. ഓഫ്കോഴ്സ് അപ്പൊ ലോർഡ് കാനിങ് ആണ് നാലാമത്തെ എന്നുള്ളത് ഉറപ്പിക്കുക. A4 ആണെന്നുള്ളത് ഉറപ്പിക്കാം. A4 ആണെന്ന് ഉറപ്പിച്ചാൽ തന്നെ ചാൻസ് എത്തിയില്ലേ? B3 ആണ് മെയിൻ കമ്മീഷൻ അണ്ടർ കമ്പനി ജോൺ ലോറൻസ്. ലോർഡ് മേയോ ആണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ. ഈ ലോർഡ് മേയനെ ചെയ്ത് വെക്കുക, തുഗ്ലക്കുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അദ്ദേഹം ദീവാനി കോഡ് ഉണ്ടാക്കിയ മാതിരി ഈ ഡിപ്പാർട്ട്മെന്റ് അഗ്രികൾച്ചർ ആണ് ലോർഡ് മേയോ. ഇതിന്റെ ഓപ്ഷൻ ആണ്. 48ാമത്തെ ചോദ്യം, തന്റെ നാശത്തിലല്ല നമ്മളെ സ്വാതന്ത്ര്യം നമ്മൾ സീക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണോ, ഗാന്ധിയാണോ, ഗോഖലെയാണോ, രവീന്ദ്രനാഥ് ടാഗോർ ആണോ? ചാൻസ് ആരാണ്? ഗാന്ധിയാണ്. ക്രോണോളജിയാണ് ചോദിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ദി സെൻട്രൽ കമ്മീഷൻ, ഫോർമേഷൻ ഓഫ് ദി ഫസ്റ്റ് ലേബർ ഗവൺമെന്റ് ഇന്ത്യ, ലേബർ ഗവൺമെന്റ് ഇന്ത്യ കേട്ടോ, സബ്മിഷൻ ഓഫ് ദി നെഹ്റു റിപ്പോർട്ട്, ഇനാഗുറേഷൻ ഓഫ് ദി ഫസ്റ്റ് കോൺഗ്രസ്. നോക്കുകയാണെങ്കിൽ ഇനാഗുറേഷൻ ഓഫ് ദി ഫസ്റ്റ് റൗണ്ട് ടേബിൾ. അപ്പൊ ആദ്യത്തെ ഗവൺമെന്റ് ഏകദേശം 1920 തുടക്കത്തിൽ 1925 സമയത്ത് കേൾക്കുന്നുണ്ട്. നെഹ്റു റിപ്പോർട്ട് സൈമൺ കമ്മീഷൻ 27 2 ഫസ്റ്റ് വരാൻ ചാൻസ്. കഴിഞ്ഞിട്ട് 2 ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് 1 അപ്പോയിന്റ്മെന്റ് സൈമൺ കമ്മീഷൻ, കഴിഞ്ഞ് സബ്മിഷൻ ഓഫ് ദി നെഹ്റു റിപ്പോർട്ട്, അവസാനം ഇനാഗുറേഷൻ. 2021 വന്നിട്ടുള്ളത് ലേബർ ഗവൺമെന്റ് കേട്ടോ, ലേബർ ഗവൺമെന്റ്. പിന്നെ നെഹ്റു റിപ്പോർട്ട് 1928, അതിന്റെ 1 വർഷം മുമ്പാണ് സൈമൺ കമ്മീഷൻ 27. കാരണം അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ട്. ഇനാഗുറേഷൻ ഓഫ് ദി ഫസ്റ്റ് റൗണ്ട് ടേബിൾ 2030. ഇനി 50ാമത്തെ ചോദ്യം, ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം, അടുത്ത സെക്ഷനിൽ ഉണ്ടാവുക. The king of Vijayanagar Empire, കൃഷ്ണദേവരായ issued which type of coins? പറയുന്ന ഏതൊക്കെ ടൈപ്പ് കോയിൻസ് ആണ് വിജയനഗര രാജാവായിട്ട് കൃഷ്ണദേവരായ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? ബാലകൃഷ്ണ, വെങ്കടേശ, ഹനുമാൻ. ഇനി അതല്ല, ബാലകൃഷ്ണയും വെങ്കടേശയും ഉള്ള ഇത് രണ്ടും അദ്ദേഹം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ, 50ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാലകൃഷ്ണയുണ്ട്, അതേപോലെ ഓക്കെ. അപ്പൊ അടുത്ത സെക്ഷനിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. 50 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും എക്സ്പ്ലനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹലോ എവരിവൺ. രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടില് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനിലെ ആദ്യത്തെ ചോദ്യം, വിച്ച് ബുദ്ധിസ്റ്റ് മോങ്ക് സ്പ്രെഡ് ബുദ്ധിസം ഇൻ ടിബറ്റ്? ടിബറ്റില് ബുദ്ധിസം സ്പ്രെഡ് ചെയ്തിട്ടുള്ള മോങ്ക് ആരാണെന്നാണ് ചോദ്യം. നാഗാർജുന, ആനന്ദ, അസംഗ, പത്മസംഭവ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്. പത്മസംഭവയാണ് ടിബറ്റില് ബുദ്ധിസം സ്പ്രെഡ് ചെയ്തിട്ടുള്ള വ്യക്തി.
അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു ഭാഗത്ത് പുസ്തകങ്ങളാണ്, മറ്റേ ഭാഗത്ത് അതിന്റെ ഓതേഴ്സ് ആണ്. ട്രാവൽസ് ഇൻ ടു ബുഖാറ, ട്രാവൽസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഇൻ ദി പ്രൊവിൻസ് ഓഫ് ആസാം, ഹിന്ദു മാനേഴ്സ് ആൻഡ് കസ്റ്റംസ്, അനൽസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ, ജെയിംസ് ടോഡ്, ആബെ ഡുബോയ്സ്, അലക്സാണ്ടർ ജോൺ ബാറ്റ്ലർ. ഇത് വളരെ ഫേമസ് ആണ്. കുറെയൊക്കെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്, പ്രത്യേകിച്ച് അനൽസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ, അതേപോലെ ഹിന്ദു മാനേഴ്സ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ട്രാവൽസ് ഇൻ ടു ബുഖാറ എന്നുള്ളത് അലക്സാണ്ടറിന്റെ കൃതിയാണ്. ട്രാവൽസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഇൻ ദി പ്രൊവിൻസ് ഓഫ് ആസാം എന്നത് ജോൺ ബട്ട്ലർ ആണ്. ഹിന്ദു മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് അത് അബെ ഡുബോയ്സിന്റെതാണ്. അനൽസ് ആൻഡ് ആന്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ ജെയിംസ് ടോഡ് ആണ്. 53ാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെ പറയുന്നത് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കർണാട്ടിക് വാർ, ദ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ, ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, ഫസ്റ്റ് ആംഗ്ലോ ബർമീസ് വാർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആദ്യം ഒന്ന് തേർഡ് കർണാട്ടിക് വാർ ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം വരുന്നത് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ ആണ്. പിന്നെ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ ആണ്. ഫസ്റ്റ് ആംഗ്ലോ ബർമീസ് വാർ ആണ്. 54ാമത്തെ ചോദ്യം അഗൈൻ ക്രോണോളജിയാണ്. ട്രീറ്റി ഓഫ് ഗോളിയോർ, ട്രീറ്റി ഓഫ് സുഗോളി, ട്രീറ്റി ഓഫ് യന്താവോ, ട്രീറ്റി ഓഫ് ബനാറസ്. ഇതിൽ ചോദ്യത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിന്റെ ഓപ്ഷനിൽ കറക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് ആൻസറിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. ഓക്കെ, കറക്റ്റ് എത്താൻ ഇല്ല. കാരണം ട്രീറ്റി ഓഫ് ബനാറസ് നടക്കുന്നത് 1773 ട്രീറ്റി ഓഫ് ബനാറസ്. ഇതിലുള്ളത് ട്രീറ്റി ഓഫ് ഗോളിയോർ ആണ്. ട്രീറ്റി ഓഫ് ഗോളിയോർ സൈൻ ലഭിച്ചത് 1817 ഓക്കെ, ട്രീറ്റി ഓഫ് യന്താബോ 1826 ട്രീറ്റി ഓഫ് യന്താബോ. പിന്നുള്ളത് ട്രീറ്റി ഓഫ് സഗോളി അത് 1816 ഓക്കെ, ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇത് ഓപ്ഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ട ചോദ്യമാണ്. 55ാമത്തെ ചോദ്യം, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് നോൺ ആസ് ദ ലിബറേറ്റർ ഓഫ് ദി പ്രസ്. ലിബറേറ്റർ ഓഫ് ദി പ്രസ് എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? സിമ്പിൾ ചോദ്യമാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ടഫ് ആണ്. 56ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മിസിൽ ഡസ് രഞ്ജിത് സിംഗ് ബിലോങ്. മിസിൽ എന്ന് പറയുന്നത് ഒരു ആർമിന്റെ ഒരു ടീമിനെയാണ്. അതിൽ ഏതിലാണ് രഞ്ജിത് സിംഗ് ബിലോങ് ചെയ്തിരുന്നത് എന്നാണ് ചോദ്യം. വാങ്കി, നക്കായി, ഷഹീദാൻ, ശുക്കർ ചാക്കിയ. ശുക്കർ ചാക്കിയാണോ, ഷഹീദാൻ ആണോ, അല്ലെങ്കിൽ നക്കായി ആണോ, അല്ലെങ്കിൽ ബാങ്കി ആണോ? ഇതിൽ ഏതിലാണ് രഞ്ജിത് സിംഗ് ബിലോങ് ചെയ്തിരുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 12 മിസിൽസ് ഉണ്ടായിരുന്നത്. ആ 12 കൂടി യുണൈറ്റ് ചെയ്തിട്ടാണ് ഈ സിഖ് മൊണാർക്കി അല്ലെങ്കിൽ സിഖ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. 57ാമത്തെ ചോദ്യം അഗെയിൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ദർശന സത്യാഗ്രഹ, മൈപ്പാട് സത്യാഗ്രഹ, അങ്കോള സത്യാഗ്രഹ, മെറീന ബേ സത്യാഗ്രഹ. ഇതൊക്കെ നടത്തിയ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ചെയ്യാം. ചിലതൊക്കെ ഫേമസ് ആണ്. ടി പ്രകാശം ഫേമസ് ആണ്, സരാജുദ്ദീൻ നായിഡു ഫേമസ് ആണ്. ദർശന സരാജുദ്ദീൻ നായിഡു ഒന്ന് ഡി ആണ്. ഓക്കെ, മൈപ്പാട് സത്യാഗ്രഹ എ ആയിരിക്കും, 2A ആണ്. 1 ഡിയും 2Aയും വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ഡി ആണ്. 58ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം പാർട്ടിസിപ്പേഷൻ ഗേവ് ദ മൂവ്മെന്റ് എ മാസ് ക്യാരക്ടർ. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഫോർ ദി ഫസ്റ്റ് ടൈം സോ എ ലീഡർ ഹു ഹാഡ് എബിലിറ്റി ടു ഫൈറ്റ് ഫേസ് ടു ഫേസ്. അക്കോർഡിംഗ് ടു മർജോറി സൈക്സ്, ഗാന്ധിജി ഹാഡ് ദ ഗിഫ്റ്റ് ഓഫ് ഫൈറ്റ്. ഓക്കെ, അപ്പൊ മർജോറി സൈക്സ് അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഓർത്തിരിക്കണം. ഗാന്ധിജി ഹാഡ് ദ ഗിഫ്റ്റ് ഓഫ് ഫൈറ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 59ാമത്തെ ചോദ്യം, when was the resolution of പൂർണ്ണ സ്വരാജ് passed by the Congress? ഓക്കെ, എന്നാണ് കോൺഗ്രസ് ഇത് പൂർണ്ണ സ്വരാജ് പാസ് ചെയ്തിട്ടുള്ളത്? കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പോലെ പറയണം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 26 ജനുവരി 1930 ബോംബെ. 60ാമത്തെ ചോദ്യം, ഡ്രാഫ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മുസ്ലിം ലീഗ്, ദ ഗ്രീൻ ബുക്ക്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൗലാന മുഹമ്മദ് അലി ജവഹർ. 61ാമത്തെ ചോദ്യം, which was not a coastal town in the Indus period. താഴെ പറയുന്നതിൽ ഇൻഡസ് പീരീഡില് കോസ്റ്റൽ ടൗൺ അല്ലാത്ത സ്ഥലം ഏതാണ്? ലോഥലാണോ, അല്ലാദിനെയാണോ, ബാലക്കോട്ടാണോ, കാളിബംഗനാണോ? ലോഥലൊക്കെ ആണെന്ന് നമുക്കറിയാം, ബാലക്കോട്ട് എന്തായാലും ആണ്.
അല്ല, അതിന് ഏകദേശമാണ് കാലിബംഗിലാണ് കറക്റ്റ് ആൻസർ. 62ാമത്തെ ചോദ്യം, വിച്ച് ഫീച്ചർ ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ടെക്നിക്കൽ സ്കിൽ ഓഫ് ആർട്ടിസൻസ് ഇൻ ദി ഇൻഡസ് സിവിലൈസേഷൻ? ഓക്കെ, ഇൻഡസ് സിവിലൈസേഷനിലെ ആർട്ടിസൻസിന്റെ ടെക്നിക്കൽ സ്കില്ലിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്ത ഫീച്ചർ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. യൂസ് ഓഫ് കിൽൻ ബേൺഡ് ബ്രിക്സ് അല്ലെങ്കിൽ പോട്ടേഴ്സ് വീൽ, ബോറിംഗ് ഓഫ് ഹാർഡ് ബീഡ്സ് ലൈക്ക് കർണീലിയൻ, യൂസ് ഓഫ് സൺ ബേക്ക്ഡ് ബ്രിക്സ്. ഒബ്വിയസ് ആണ്, കാരണം സൺ ബേക്ക്ഡ് ബ്രിക്സിൽ പ്രത്യേകിച്ച് സ്കില്ലിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. 63ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് മഹാജനപദാസ് വാസ് ഫോർ എ റിപ്പബ്ലിക്? അപ്പൊ ഏതൊക്കെയാണ് റിപ്പബ്ലിക് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. 3 റിപ്പബ്ലിക് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതേതാന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതില് 2, 3 അസഗയും മല്ലയും. വജ്ജ്, മല്ല, അസ്മക, ഇതാണ് നമ്മൾ 3 റിപ്പബ്ലിക് ആയിട്ട് പരിഗണിക്കാറുള്ളത്. ബാക്കിയൊക്കെ മൊണാർക്കി ആയിരുന്നു. ധർമ്മസ്ത്യ ഓഫ് മൗര്യ പീരീഡ് വേർഡ്. ധർമ്മസ്ത്യ എന്ന് പറയുന്നത് മൗര്യ പീരീഡിൽ എന്തായിരുന്നു? ടേം ടെർമിനോളജിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ക്രിമിനൽ കോർട്ട്, സിവിൽ കോർട്ട്, റോയൽ ട്രഷറീസ്, പോലീസ് സ്റ്റേഷൻ. സിവിൽ കോർട്ടാണ്. 65ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻസ് ദ ദ്രുപദ രാഗ? ദ്രുപദ രാഗ ഇതിൽ ഏത് വേദയിലാണ് ഉള്ളതെന്നാണ് ചോദ്യം. ഋഗ്വേദ, അഥർവവേദ, സാമവേദ, യജുർവേദ. ദ്രുപദ രാഗ, ഇതിന്റെ ആൻസർ സാമവേദ. 66ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻസ് ദ കഥക, മൈത്രയാനി, തൈത്തിരിയ ആൻഡ് കപിസ്ഥല റിസഷൻസ്? ഈ പറഞ്ഞിട്ടുള്ള റിസഷൻസുകളൊക്കെ ഉള്ളത് ഏതിലാണെന്നാണ് ചോദ്യം. ഏത് വേദയിലാണ്? ശുക്ല യജുർവേദ, വൈറ്റ് യജുർവേദ, വജസേനയ, ബ്ലാക്ക് യജുർവേദ. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്ലാക്ക് യജുർവേദയിലാണ്. മറ്റൊരു പേരുണ്ട്, കൃഷ്ണ യജുർവേദ എന്ന പേരുണ്ട്. അശോക ഈസ് റെഫേർഡ് ആസ് ബുദ്ധ ശാക്യ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ക്രിപ്ഷൻ? ഏത് ഇൻസ്ക്രിപ്ഷനിലാണ് അശോകനെ ബുദ്ധ ശാക്യയായിട്ട് പരിഗണിക്കുന്നത്? മസ്കി ആണോ, സാരനാഥ് ആണോ, ഡൽഹി തോപാര ഫില്ലർ എഡിക്റ്റ് ആണോ, കാന്താർ ഇൻസ്ക്രിപ്ഷൻ ആണോ? സിമ്പിൾ ആണ്. ഇതിന്റെ ആൻസർ മസ്കി എഡിക്റ്റ്. സാരനാഥ് ഫില്ലർ ഇൻസ്ക്രിപ്ഷനിൽ ധർമ്മശോക എന്നാണ് പറയുന്നത്. 68ാമത്തെ ചോദ്യം, വാദി ആൻഡ് തിർഗുള, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഫർ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്? ഗുപ്ത പീരീഡിൽ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചത് എന്താണെന്നാണ് ചോദ്യം. ടാങ്ക്സ് ആണോ, കനാൽസ് ആണോ, റിവേഴ്സ് ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ടാങ്കുകളാണ്. 69ാമത്തെ ചോദ്യം, ദ ഫേമസ് ഫെർഗൂസൺ കോളേജ് ഓഫ് പൂനെ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1885 ബൈ 1885 ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഫെർഗൂസൺ കോളേജ് പൂനെയിൽ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 70ാമത്തെ ചോദ്യം, ദ ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി ഈസ് നോട്ട് വർത്തി ഇൻ വിച്ച് പേസ്? ബ്ലാക്ക് ആൻഡ് റെഡ് പോട്ടറി ഏത് കാലഘട്ടത്തിലാണ്? സി, കാൽക്കോളിത്തിക് ഏജിലാണ്. 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് റാങ്ക് ഓഫ് രഞ്ജിത് സിംഗ്സ് ആർമി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ മോഡൽ ബ്രിഗേഡ്? മോഡൽ ബ്രിഗേഡ് ആയിട്ട് രഞ്ജിത് സിംഗിന്റെ ആർമിയിൽ പരിഗണിച്ചത് ഏത് റാങ്കിനെയാണ്? ഫോഴ്സെ ആം, ഫോഴ്സെ ഖാസ്, ഫോഴ്സെ ബി കവായിദ്, നൺ ഓഫ് ദി എബോവ്. ഖാസ് ആണ്, ഖാസ്. ഫോഴ്സെ ഖാസ് ആണ്. ഖാസ് മീൻസ് വില്ലേജ് ഉള്ള, പ്രത്യേകതയുള്ള ടീം എന്നാണ്. 72ാമത്തെ ചോദ്യം, ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ? ഏത് റീജിയനിലാണ് പ്രധാനമായിട്ടും ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. പഞ്ചാബ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. പഞ്ചാബ്, രാജസ്ഥാൻ ആൻഡ് ഉത്തർപ്രദേശ്. ഹരിയാന, രാജസ്ഥാൻ ആൻഡ് ഡൽഹി. ഗുജറാത്ത്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ആൻസർ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഏരിയ. ട്രേസസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ ഫൗണ്ട് അറ്റ്? എവിടെ നിന്നാണ് റൈസ് കൾട്ടിവേഷന്റെ ട്രേസസ് കിട്ടിയിട്ടുള്ളത്? ആലങ്കിൽപൂർ, സുർക്കത്തോട, ലോഥലാൻഡ്, റൺപൂർ, ധോളാവിര ആൻഡ് കാലിബംഗൻ. ഓൾ ഹാരപ്പൻ സൈറ്റ്. എല്ലാ ഹാരപ്പൻ സൈറ്റിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഓപ്ഷൻ ഇ ആണ്, ലോഥലാൻഡ്, റൺപൂർ. ഈ പ്രദേശങ്ങളിൽ നിന്നാണ് റൈസ് കൾട്ടിവേഷന്റെ ട്രേസസ് കിട്ടിയിട്ടുള്ളത്. 74ാമത്തെ ചോദ്യം, മഹാരാജ രഞ്ജിത് സിംഗ്സ് ന്യൂ ആർമി ഡിഡ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്? മഹാരാജ രഞ്ജിത് സിംഗിന്റെ ആർമിയിൽ ഉൾപ്പെടാത്ത വിഭാഗം ബിഹാരീസ്, ദോഗ്രാസ്, ഗൂർഖാസ്, ഗുജറാത്തീസ്. ഓപ്ഷൻ 4 ഗുജറാത്തീസ് ആണ്. 75ാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. 5 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഓൾ ഇന്ത്യ ഫെഡറേഷൻ, പ്രൊവിഷൻ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് വിത്ത് സേഫ് ഗാർഡ്സ്, പ്രൊവിഷൻ ഫോർ സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ക്രിമിനൽ ആൻഡ് അതർ ഗ്രൂപ്സ്, പ്രൊവിഷൻ ഫോർ എ ഫെഡറൽ കോർട്ട്, പ്രൊവിഷൻ ഫോർ പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ഈ പറഞ്ഞ എല്ലാം ശരിയാണ്.
76ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ പറയുന്നതിൽ ഏതോ ഒന്ന് കറക്റ്റ് അല്ല, അത് ഏതാണെന്നാണ്. ഷാഗായിറ 78 AD, ഗുപ്തായിറ 320 ശരിയാണ്. വിക്രമായിറ 248 നോക്കേണ്ടതുണ്ട്. നവേരിറ 879 ശരിയാണ്. നവേരിറ ശരിയാണ്. സി ആണ് പ്രശ്നമുള്ളത്. വിക്രമായിറ 58 BC ആണ്. 77ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ലെഫ്റ്റ് ബോംബെ ഓൺ 8 April 1919 to promote the Satyagraha agitation in Delhi and Punjab, but he was removed from train at which place and taken back to Bombay? അദ്ദേഹം ബോംബെയിലേക്കും ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും പോവുകയായിരുന്നു. പക്ഷേ പകുതിക്കിൽ വെച്ചിട്ട് ഒരു സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തിനെ ട്രെയിനിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. പൽവാൽ, ഡൽഹി, മീററ്റ്, അമൃത്സർ. ആൻസർ ഓപ്ഷൻ എ ആണ്, പൽവാലാണ്. 78ാമത്തെ ചോദ്യം, ഹു റോട്ട് ദ ബുക്ക് ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൻ? ഹൈ കാസ്റ്റ് ഹിന്ദു വുമൻ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം ആരാണ് എഴുതിയിട്ടുള്ളത്? പണ്ഡിത രമാബായി, ആനി ബസന്റ്, ഭിഖാജി കാമ, കാതറിൻ മേയോ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പണ്ഡിത രമാബായി ആണ്. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൻ. 79ാമത്തെ ചോദ്യം ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. ഏജ് ഓഫ് കൺസെന്റ് ആക്ട്, ഫസ്റ്റ് ഫാക്ടറി ആക്ട്, ഡ്യൂറന്റ് മിഷൻ ടു കാബൂൾ, തേർഡ് ആംഗ്ലോ ബർമീസ് വാർ, പ്ലേഗ് അറ്റ് ബോംബെ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആദ്യം ബി ആണ്, ഫസ്റ്റ് ഫാക്ടറി ആക്ട് 1881. പിന്നെ ടി ആണ്, തേർഡ് ആംഗ്ലോ ബർമീസ് വാർ. പിന്നെ എ ആണ്, ഏജ് ഓഫ് കൺസെന്റ് ആക്ട്. അതിനുശേഷം സി, ഡ്യൂറന്റ് മിഷൻ ടു കാബൂൾ. അവസാനം പ്ലേഗ് അറ്റ് ബോംബെ. ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. 880 ഫാക്ടറി ആക്ട്, കൺസെന്റ് ആക്ട് 891, 10 വർഷം കഴിഞ്ഞിട്ട്. ഓക്കെ, 893 മോർട്ടിമർ ഡ്യൂറന്റ് വാസ് ഡിസ്പാച്ച്ഡ് ടു കാബൂൾ ബൈ ദി ഗവൺമെന്റ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. In September 1896, Bombay's municipal administration declared the presence of bubonic plague in the city. 1896 ഈ ബുബോണിക് പ്ലേഗ് സിറ്റിയിൽ ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചത്. ഓർത്തിരിക്കുക. 80ാമത്തെ ചോദ്യം, who called the suspension of non-cooperation movement by Gandhiji due to mob violence at Chauri Chaura as a national calamity? ഒരു നാഷണൽ കലാമിറ്റി ആയിട്ട് കണ്ടതാരാണ്? ഭഗത് സിംഗ്, CR ദാസ്, സുഭാഷ് ചന്ദ്രബോസ്, രാംപ്രസാദ് ബിസ്മിൽ. സ്വാഭാവികമായിട്ടും ആരായിരിക്കും? സുഭാഷ് ചന്ദ്രബോസ് ആണ്, സി ആണ്. 81ാമത്തെ ചോദ്യം, a round seal with a short horned bull motif and hairpin ratings was found at. റൗണ്ട് ഷോർട്ട് ഹോൺഡ് ബുൾ മോട്ടീഫും അതേപോലെ ഹാരപ്പൻ ഹാരപ്പൻ റേറ്റിംഗ്സും അത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളതാണ് ചോദ്യം. ഓലാദൊരോ, ഗൾഫ് ഓഫ് അക്കബ, ബാരഗോൺ, ഫൈലാക്ക ഇൻ ദി പെർഷ്യൻ ഗൾഫ്. ഫൈലാക്കയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 82ാമത്തെ ചോദ്യം, ഇൻ ലേറ്റർ വേദിക് പീരീഡ് ഒജന റെഫർ ടു. ഈ ഒജന എന്ന് പറയുന്നത് എന്തിനെ റെഫർ ചെയ്യുന്നതാണ് ചോദ്യം. മിക്സിംഗ് ഗ്രെയിൻ വേരിയസ്ലി വിത്ത് മിൽക്ക്, വാട്ടർ, ഓർ ഗീ, porridge made of grain, barley or sesame, cake mixed with ghee or made out of the rice or barley, all of the above. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 83ാമത്തെ ചോദ്യം, which commentator of the medieval times has explained the use of metals in the Vedic period? Which is the place as the smith heat metal using the bellows. ഓക്കെ, ആ ഒരു പ്രൈസ് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ചോദ്യം. സേന, മന്ദാപുരാവർ, ദമത്തർ ആൻഡ് കല്ലിങ്കർ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. സേനയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 83ാമത്തെ ചോദ്യത്തിന്റെ. 84ാമത്തെ ചോദ്യത്തിൽ the nickname of ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് ഈ ഒരു കമ്പനി. ആ പേരാണ് ചോദിക്കുന്നത്. ഓക്കെ, ബോബ് കമ്പനി എന്നാണോ, സാം കമ്പനി എന്നാണോ, അല്ലെങ്കിൽ ടോം കമ്പനി എന്നാണോ, അല്ലെങ്കിൽ ജോൺ കമ്പനി എന്നാണോ? പിന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോൺ കമ്പനി എന്നാണ്. 85 നൗ ഇന്ത്യ ഈസ് ഓവേഴ്സ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരാൾ പറഞ്ഞതാണ്. അത് എപ്പോഴാണ് പറഞ്ഞതെന്നാണ് ചോദ്യം. ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷമാണോ, റോഹില്ല വാറിന് ശേഷമാണോ, ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷമാണോ, അല്ലെങ്കിൽ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിന് ശേഷമാണോ? ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ജനറൽ ഹാരിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നൗ ഇന്ത്യ ഈസ് അവേഴ്സ്. ഓക്കെ, ഓർത്തിരിക്കുക, മറന്നു പോകരുത്.
86-ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഒരു ഭാഗത്ത് ഫോർട്ടുകളാണ്, മറ്റേത് അതിന്റെ സ്ഥലങ്ങളാണ്. ഫോർട്ട് ഗൾഡ്രിയ, ഫോർട്ട് വില്യം, ഫോർട്ട് ഇമ്മാനുവൽ, ഫോർട്ട് ലോയിസ്, കൊച്ചിൻ, പുലിക്കാട്, കൽക്കത്ത, പോണ്ടിച്ചേരി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തതാണ്. ഗൾഡ്രിയ, പുലിക്കാട്, ഫോർട്ട് വില്യം, കൽക്കത്ത, ഫോർട്ട് ഇമ്മാനുവൽ, കൊച്ചിൻ, ഫോർട്ട് ലോയിസ്, പോണ്ടിച്ചേരി. 87-ാമത്തെ ചോദ്യം, ദ ടേം ഗ്രഹപത്യ ഇൻ വേദിക് പീരീഡ് റെഫേഴ്സ്. ഗ്രഹപത്യ എന്നതുകൊണ്ട് ഗർഹപത്യ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഹൗസ് ഹോൾഡ് ഫയർ ആണോ, അണ്ടർഗോൺ ഇനീഷ്യേഷൻ ഫോർ ദി വേദിക് സാക്രിഫൈസ് ആണോ, ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ ഓഫ് ദി സാക്രിഫിഷ്യൽ ഫയർ ആണോ, ഫാമിലി ടൈസ് വിത്ത് പാട്രിലിനിയൽ ആൻസസ്റ്റേഴ്സ് ആണോ? ആൻസർ ഓപ്ഷൻ എ ആണ്. 88-ാമത്തെ ചോദ്യം എഗൈൻ ക്രോണോളജി ഓട്ടാണ്. ട്രീറ്റി ഓഫ് ഗോളിയോർ, ട്രീറ്റി ഓഫ് സഗോളി, ട്രീറ്റി ഓഫ് എന്താവോ, ട്രീറ്റി ഓഫ് ബനാറസ്. ഈ ചോദ്യത്തിൽ പ്രശ്നമുണ്ട്, ഇത് ആവർത്തനം വന്ന ചോദ്യമാണ്. ഓക്കെ. 89-ാമത്തെ ചോദ്യം, അഗ്രികൾച്ചർ പ്ലേഡ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദി വെദിക് പീരിയഡ്. വിച്ച് വേദ ഹാസ് ചാംസ് ഓഫ് വാർഡ് ഓഫ് പെസ്റ്റസ് ടു അവോയ്ഡ് ഡ്രൗട്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം അഗ്രികൾച്ചർ ആയിരുന്നു വേദിക് സമയത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോ പെസ്റ്റസിനൊക്കെ വാർഡ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ചാംസ്. ഓക്കെ, അത് ഏത് വേദയിലാണ് ഉള്ളത് എന്നാണ് ചോദ്യം. ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവവേദ. സ്വാഭാവികമായിട്ടും അഥർവവേദയിലാണ്. 100-ാമത്തെ ചോദ്യം, മോഡൽ ബ്രിഗേഡ് ആയിട്ട് രഞ്ജിത് സിംഗിന്റെ ആർമിയിൽ പരിഗണിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോസെ ഹാസ് ആണ്. Who was the propounder of the theory of utilitarianism? യൂട്ടിലിറ്റേറിയനിസം മുമ്പോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്മാനുവൽ കാന്റ്, ജെയിംസ് മിൽ, ജാക്കസ് ദെറിഡ, മൈക്കൽ ഫൂക്കോ. ആരാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ജെയിംസ് മിൽ ആണ്. അടുത്ത ചോദ്യം, സൈക്കോ ഹിസ്റ്ററി ആരാണ് അത് എമർജ് ചെയ്തിട്ടുള്ളത്? എലിസബത്ത് ഹാർലോക്ക് ആണോ, എച്ച് ഹാരറ്റ് ആണോ, കാൾ പോപ്പർ ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. അടുത്തത് ഒരു ഹിസ്റ്റോഗ്രഫി എന്നുള്ള ചോദ്യം കേട്ടോ. ഇമ്പാർഷ്യാലിറ്റി ഈസ് ഇമ്പോസിബിൾ ഇൻ ഹിസ്റ്ററി ആൻഡ് ക്ലെയിം ഫോർ ഇറ്റ് ഈസ് അച്ചീവ്മെന്റ് ഈസ് എ ഫോളോയിങ്. ഇമ്പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ക്ലെയിം ഈ ഇമ്പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ഇൻ ഹിസ്റ്ററി ആൻഡ് ദ ക്ലെയിം ഫോർ ഇറ്റ് ഈസ് അച്ചീവ്മെന്റ് ഈസ് എ ഫോളോയിങ്. ഇത് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോഗ്രാഫർ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, എച്ച് കാറാണോ, അല്ലെങ്കിൽ കോസ് ആണോ, ക്ലാർക്ക് ആണോ, ബട്ടർഫീൽഡ് ആണോ? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. ഇനി 94-ാമത്തെ ചോദ്യം, ഈ ഫെർഗൂസൺ കോളേജ് പൂനെയിൽ അറിയപ്പെട്ട ഒരു കോളേജാണ് ഫെർഗൂസൺ കോളേജ്. അത് 1885-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഈ ഒരു ഫെർഗൂസൺ കോളേജ് ഏതൊരു സൊസൈറ്റി ആണ്, അല്ലെങ്കിൽ ഏതൊരു ലീഗാണ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണോ, അല്ലെങ്കിൽ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആണോ, സോഷ്യൽ സർവീസ് ലീഗ് ആണോ, അല്ലെങ്കിൽ തിയോസഫിക്കൽ സൊസൈറ്റി ആണോ? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ്. അടുത്ത ചോദ്യത്തിൽ 2 സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലെ 1813 ആക്ടിലൂടെ ക്രിസ്ത്യൻ മിഷണറീസിന് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള, റിലീജിയസ് സ്പ്രെഡിനുള്ള വകുപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണോ എന്നുള്ളത് നോക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് ഓക്കെ, ആദ്യമായിട്ട് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ ദി ഫസ്റ്റ് ടൈം അക്നോളജ് ദ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇനി അതല്ല രണ്ടും ശരിയാണോ, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നിനാണോ പ്രശ്നമുള്ളത് എന്നാണ് നോക്കേണ്ടത്. 2 സ്റ്റേറ്റ്മെന്റും ഓക്കെയാണ്. ഇനി 96-ാമത്തെ ചോദ്യം, ദ ചോള കിങ്, ഓക്കെ, ചോള രാജാവ്, അദ്ദേഹം ടു അവോയ്ഡ് ദ ബിറ്റർനെസ് മെയ്ഡ് പീസ് വിത്ത് വിജയബാഹു ഓഫ് ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്കയുമായിട്ടുള്ള വിജയബാഹുമായിട്ട് അദ്ദേഹം ഒരു പീസ് ട്രീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഗേവ് ഹിസ് ഡോക്ടർ ഇൻ മാരേജ് ടു ദി സിംഹളീസ് പ്രിൻസ്. അങ്ങനെ ചെയ്തിട്ടുള്ള ചോള രാജാവ് ആരാണെന്നാണ് ചോദ്യം.
കുലത്തുങ്കയാണോ അല്ലെങ്കിൽ വിക്രമചോളയാണോ രാജരാജയാണോ രാജാധിരാജയാണോ? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കുലത്തുങ്കയാട്ടോ. ഇനി 97 ഇവിടെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ്, വലിയൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാശ്മീരത്തെ ഏത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദ്യം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ ആൻസർ ഒബിവിയസ് ആണ്. നേരിട്ട് പോവാം. ഓപ്ഷൻ ബി ആണ്, സൈനുലാബ്ദീനാണ്. അതിന് 98ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ മ്യൂട്ടിനി ഓഫ് ദി നാവൽ റൈറ്റിംഗ് ടു പ്ലേസ് ഇൻ ബോംബെ? കറക്റ്റ് ഡേറ്റ് വരണം. കറക്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ബർത്ത് ഡേറ്റ് ഒക്കെ പറയുന്ന മാതിരി അതിന്റെ വർഷവും മാസവും ദിവസവും കറക്റ്റ് വരണം. ഓപ്ഷൻ എ ആണ്, ഫെബ്രുവരി 1946 18-നാണ് ഈ ഒരു മ്യൂട്ടിനി ബോംബെയിൽ നടക്കുന്നത്, നാവൽ മ്യൂട്ടിനി. തൊണ്ണൂറ്റി ഒമ്പത് അവസാനത്തെ ചോദ്യങ്ങളാണ്. 99ാമത്തെ ചോദ്യത്തിൽ ചോദിക്കുന്നത്, റൊമന്തേരി വില്ലൻ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് അശോകന്റെ, റൊമന്തേരി വില്ലൻ ഇൻസ്ക്രിപ്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഏത് കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, റിഡക്ഷൻ ഓഫ് ടാക്സ് ഡ്യൂ ഫ്രം ദി വില്ലേജ്. ടാക്സ് ഡ്യൂ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇനി അവസാനത്തെ ചോദ്യം, 100ാമത്തെ ചോദ്യം വരുന്നത്, in which college a confrontation between the principal D.L. Richardson and the students president of the Society for the Acquisition of General Knowledge took place while a paper was being read? Okay. അവിടുത്തെ സ്റ്റുഡൻസും അതേപോലെ പ്രിൻസിപ്പാൾ തമ്മിലൊരു ആർഗ്യുമെന്റ് ഉണ്ടാവുന്നുണ്ട്. അത് ഏത് കോളേജിലാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എൽഫിൻസ്റ്റൺ കോളേജ് ബോംബെ ആണോ, ഡാലി കോളേജ്, ഹിന്ദു കോളേജ്, മേയോ കോളേജ്? ഇതിൽ ഏതിലാണ് ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റ്സ് അതേപോലെ അവർ തമ്മിലുള്ള ഡിബേറ്റ് ഉണ്ടായിട്ടുള്ളത്? ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹിന്ദു കോളേജാണ്. കൽക്കത്തയിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡിബേറ്റ് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ 100 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.